ഒഴുകിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം. So we are started to the difference of the difficulties of the varieties of good show. ഇന്ന് പ്രകൃതിക്ക് വികൃതിയില്ല. കാരണം ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ മഴ തകൃതിയായി പെയ്തു കഴിഞ്ഞു. ഒന്നുകിൽ അലങ്കൃതമായ പ്രകൃതമായിരിക്കാം, അതുമല്ലെങ്കിൽ ഞാൻ ചെയ്ത സുഹൃതമായിരിക്കാം. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രയാണം തുടങ്ങാം. മലയാള സിനിമാ വേദിയിലെ മലയാള സിനിമാ ചരിത്രത്തിലെ നിത്യഹരിത വസന്തമായിരുന്ന ശ്രീ പ്രേം നസീർ എന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹാദരങ്ങളോടെ ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള ഓട്ടവായന കലാപ്രേമികളെ, നിങ്ങളിവിടെ ഡാൻസ് കേട്ടു, ആ പാട്ട് കണ്ടു, എല്ലാം ഫസ്റ്റ്. നിങ്ങളെല്ലാവരും ഇനി ഒന്ന് ചിരിച്ച് ഇങ്ങനെ സുരേഷ് ഗോപി അയാളുടെ തോക്കുമായി ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതേക്കുറിച്ച് സ്വാഗതം ചെയ്യാം. ടാലന്റ് ഷോയുടെയൊക്കെ പേരും പറഞ്ഞ് അക്രമവും അഴിമതിയും ഒക്കെ കാണിക്കുന്ന സംഘാടകരെ നിങ്ങളൊന്ന് ഓർക്കണം. കൊണ്ടും കൊടുത്തും വളർന്ന ഇവിടുത്തെ ഈ മലയാളി സമൂഹം നിങ്ങളോടുള്ള അനുഭാവം കൊണ്ടല്ല പ്രതികരിക്കാത്തത്, മറിച്ച് ഇത്രയും നാൾ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വിയർപ്പൊഴുക്കിയും നേടിയെടുത്തത് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഞങ്ങൾ നിങ്ങളോട് പ്രതികരിക്കും. One day we will blast its last elements. Yes, this is a warning from Warning. അടുത്തതായിട്ട് നമ്മുടെ ജയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരില്ല എന്നാണ് നീ കരുതിയത്. കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ അവതരിപ്പിച്ചാൽ അതൊരു ബോംബ് പോലെയായിരിക്കും. മാള അരവിന്ദൻ ഇവിടെ വന്നിട്ടുണ്ട്. കടന്നു വരും മാള. ശ്രീ മാള അരവിന്ദന് എല്ലാവർക്കും തലവേദന വരാറുണ്ട്. മാള അരവിന്ദന് തലവേദന വന്നപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ കുടിക്കാൻ പോകുന്നത്. ഒരു തലവേദന വന്നപ്പോ ഭാര്യ പറഞ്ഞു ചേമ്പ് ഒഴുങ്ങി അനാസരട്ട് ആവി പിടിക്കാൻ. അങ്ങനെ ആവി ഓടിച്ചപ്പോ ആവി നീരാവിയായി എന്റെ അന്തരാത്മാവിന്റെ ഉള്ളിലൂടെ രചനയിൽ ചെന്ന് കർണപടത്തിലൂടെ അങ്ങനെയുണ്ട് ഭ്രാന്തായി. അപ്പോഴാണ് നമ്മുടെ മുന്നാലെ അളിയൻ പറഞ്ഞു അലോപ്പതിയിൽ ഇതിനൊരു പരിഹാരമുണ്ടെന്ന്. പരിഹാരം കേട്ടപ്പോൾ പലഹാരമാണെന്ന് കരുതി മതി അങ്ങനെ തന്നെ ഒഴുങ്ങി. അടുത്തതായിട്ട് നമ്മുടെ അച്ചുമാവിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ. വളരെ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാധാരണ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പറയത്തക്ക രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. ലാൽ സലാം സഖാക്കളേ, ലാൽ സലാം. ഇനിയൊരു ലാടവൈദ്യുതി അടുത്ത് വരുന്നതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാം. നമ്മുടെ ബസ് സ്റ്റാൻഡിലും ജംഗ്ഷനുകളിലും ഒക്കെ ഈ മരുന്ന് എല്ലാവിധ അസുഖങ്ങൾക്കും ഒറ്റ മൂലിയായിട്ട് പല വൈദ്യന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ ഒരാളെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടിക്കുരങ്ങന്മാരെ പിടിച്ചെടുത്ത് അവയുടെ അരിയും പറയും പറിച്ചെടുത്ത് നിലാവുള്ള രാത്രിയിൽ വെയിലത്ത് തുടങ്ങി ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിക്കുന്ന വാൽമീകി മഹർഷിയുടെ വാല്യ സായനവും ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ അസാമീസ് തൈലം. മന്ദത മന്ദിത്വം അറിവിപ്പ്, ഉറക്കത്തിൽ ഞെരുക്കം, ഞെരുക്കത്തിൽ മുദ്രം, മുദ്രത്തിൽ ചോര എന്നിവർക്കും വേദന എന്ന് പറയുന്നവർക്കും കൂടാതെ പ്രസവ വേദനക്കും ഈ ഔഷധം വളരെ ഫലപ്രദമാണ്. ആദ്യം കടന്നു വരുന്ന 10 പേർക്ക് മാത്രം മടിച്ചു നിൽക്കാതെ കടന്നു വരിക. അടുത്തതായിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പേഴ്സണായിട്ടൊരു പാട്ട് പാടാം. വാവാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി നവദമന്തിയുടെ ദമന്തിയെ പോലെയോ കണ്ണാശ്രമത്തിലെ കാവ്യകനിയെ പോലെ ആരാണെന്ന് എന്താണെന്ന് അറിയില്ല. ഞങ്ങളെ ക്ഷമിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി.